നല്ല മഴയാട്ടാ പെയ്തോണ്ടിരിക്കുന്നത്. സമയം 1 മണിയാകാനായി. നല്ല മഴയും ഇടിയും. ഇതാ വെള്ളം കണ്ടാക്കിട്ട് നിൽക്കുന്നത്. നല്ല പെട്ടെന്നുള്ള മഴയേനെ. അമ്പാടിയും ദേവൂട്ടിയും കളിക്കാൻ വേണ്ടി പോയതാ. ഇപ്പൊ നോക്കുമ്പോ ഏടിയുള്ളതെന്നറിയില്ല. തൊട്ടടുത്ത വീട്ടിൽ അപ്പുറത്തിപ്പുറത്തുള്ളതായിട്ടുണ്ടാവും. അപ്പോൾ ചെരുപ്പൻ ഒഴുകി പോകുന്നുണ്ട്. അത്രയ്ക്ക് വെള്ളമാണ് വരുന്നത്. മഴ കുറച്ച് തോർന്നിട്ടുണ്ട് ഇപ്പോൾ. ആഹാ, മഴയത്തൊരാൾ കയറി ഇരിക്കുന്നു. നോക്കിയാട്ടെ സുഖത്തിന്. എന്താ കഥ? എന്താ റേഡിയോ കയറി ഇരിക്കുന്നത്? എൻ്റെ വിറകിട്ട കാര്യമാണ് ഇത്ര നേരം. റേഡിയോ നോക്കിയാട്ടെ. നല്ല മഴ. എന്നോട് ഒരാള് നീ മീൻ വാങ്ങണ്ട, ഞാൻ വാങ്ങിക്കോളൂ എന്നും പറഞ്ഞിട്ട് പോയത്. ഇപ്പൊ സമയം 1 മണിയായി. മീനും ഇല്ല, ആളും ഇല്ല. പുറത്ത് നല്ല മഴ, പെരുമഴ. ഞാൻ മോട്ടർ ഇട്ടു. അഥവാ കറണ്ട് പോയില്ലെങ്കിൽ ഇതിനൊക്കെ ദിവസം ഇതുപോലെ കറണ്ട് പോയിട്ട് ഇത് നോക്കുമ്പോൾ വെള്ളമില്ല. അതുകൊണ്ട് ഞാൻ ചിട്ടി പൊട്ടുന്ന സമയത്ത് വേഗം പോയിട്ട് മോട്ടർ ഇട്ടതാ. പെട്ടെന്ന് പെരുമഴ ഭയങ്കര. അപ്പം ബാക്കിൽ ഷീറ്റിൽ വെള്ളം പോകുന്ന വെച്ചാലും മോട്ടറിൽ വെള്ളം മുക്കുന്നത് കേട്ടില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഭയങ്കര സൗണ്ട്. മഴയിൽ ശക്തി അത്ര ഇല്ലത്. ചെന്ന് നോക്കുമ്പോഴേക്ക് വെള്ളം കുറെ പോയി. അതാണ് ഈ മഴ പെയ്യുമ്പോൾ മോട്ടർ ഇട്ടാനുള്ള പ്രശ്നം. നല്ല ഇടിയുണ്ട് കേട്ടാ. ഇതിപ്പോ മീൻ വാങ്ങാൻ പോയാള് വന്നിട്ടുമില്ല. ഞാനെന്നാ കറി വെപ്പ ഈശ്വര. മീൻ വാങ്ങാൻ പോയാൾ വരുന്നുണ്ട്. മഴ തന്നെ കുളിച്ചിട്ട് അരങ്ങും പോവാ ഈ സമയത്ത്. മീൻ കിട്ടിയാ? മീൻ പോയിട്ട് ചിക്കനും വാങ്ങിയിട്ട് വരുന്നു അരഞ്ഞ് കുളിച്ചിട്ട്. ഈ ബൈക്കിന് അരങ്ങും പോവാ ഈ പെരുമഴയത്ത്. ഇത് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ഒരു ഉപകാരമാണ്, തല നനയൂല. മഴക്കോട്ട് ഉണ്ടെങ്കിൽ വേഗം വരേനും. മഴക്കോട്ട് എടുക്കാണ്ട് പോയിട്ടില്ലേ? ഒന്നല്ലേ ഉള്ളൂ അല്ലേ? എന്നാലും കുഴപ്പമില്ല, തല നനഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് ഹെൽമെറ്റ് ഇട്ടാലുള്ള ഉപകാരം കേട്ടാ. ഇപ്പൊ നമ്മള് മഴ പെയ്തത് കൊണ്ടും മീൻ കിട്ടാത്തത് കൊണ്ടും നമ്മൾ ചിക്കൻ വെക്കാൻ പോകുന്നു. അപ്പൊ മീൻ വാങ്ങാഞ്ഞത് നന്നായി, ചിക്കൻ കിട്ടിയതുകൊണ്ട്. അപ്പൊ ഇനി വേഗം ചിക്കൻ കറി വെക്കാം. വലിയ കഷ്ണാന്നല്ല, ചെറുതാക്കാല്ലേ? വലുതല്ലേ? എന്തായാലും വലിയ കഷ്ണമുണ്ട്. വലുതാണ്. ഇതെന്താ കുറച്ച് താത്തി കെട്ടിയാട്ടെ ലുങ്കി മേലെ കെട്ടി. കെട്ടും പോലെ കെട്ടി എല്ലാരും കാണട്ടെ. താത്തി കെട്ട്. കാണുമ്പോ ചിരി വരുന്നുണ്ട്. എപ്പോഴും ലുങ്കി എടുത്തിട്ട് ഇങ്ങനെ മേലെ കെട്ടും. ആ പെണ്ണുങ്ങൾ കെട്ടും പോലെ. ചിക്കൻ എല്ലാം കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഞാൻ ഇട്ട്. മുളക് പൊടി ഒരു 2-3 സ്പൂൺ ഇടണം. എരിവ് കുറവാണ് മുളക് പൊടി. അതുപോലെ ചിക്കൻ മസാല ചൂടാക്കണോ? എന്നാ ചിക്കൻ മസാല ചൂടാക്കിയിട്ടിടാം. പക്ഷെ മല്ലിപ്പൊടി ചൂടാക്കി വെച്ചതാ. അതാ നല്ല ഉഗ്രം കളറുള്ള മല്ലിപ്പൊടി. ചിക്കൻ മസാല മാത്രം ഒന്ന് ചൂടാക്കിയില്ല. അതാണ്. എന്നിട്ടാകുമ്പോ നന്നായി പെരക്കി അടവണം. ഉള്ളിയും പച്ചമുളകും അത് ഉള്ളിയും പച്ചമുളകും എനിക്ക് മുറിച്ച് തന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുക്കാം. അതിന്റെ ഇടയിലുണ്ട്. കറണ്ടും പോയി. നമ്മൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗായ്സ്. എന്ത് ചെയ്യാനാന്ന് പറ. എന്നും നമ്മളെ പാചകമെല്ലാം വീഡിയോ എടുക്കാൻ നിന്നാൽ ചിലപ്പോൾ നമ്മൾ ഇന്ന് പട്ടിണിയാവും. സമയം 1:15 1 മണി കഴിഞ്ഞ് 1:15. ദേവൂട്ടിയെല്ലാം വരുന്നുണ്ട്. ഒന്നും കാണുന്നില്ല. ദേവുവാടി ഉണ്ടാ? കറണ്ട് പോയി മക്കളെ. അതുകൊണ്ട് നമ്മള് വേഗം ഇതിന്റെ പരിപാടി നോക്കുന്നത്. ബാക്കി പിന്നെ കാണാം. എന്താ ചെയ്യാ? പോവാ വരുവാ കറണ്ട്. നീ എന്നെ കാണുന്നുണ്ട്. നീ ഒന്ന് ചിരിച്ചാ? ഇപ്പം കണ്ട്. ഇപ്പൊ പെട്ടെന്ന് കറണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് പോവുകയും വരുകയും ചെയ്യുക. അപ്പൊ നമുക്ക് മസാലപ്പൊടി വറുക്കുന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടി ഞാനൊരു 3-4-5 ടേബിൾ സ്പൂൺ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് ഇടാം. മല്ലിപ്പൊടി വറുത്തതായോണ്ട് ഞാൻ വറുക്കുന്നില്ല. ധാരക്കാണാൻ എന്നെ കാണുന്നുണ്ടാ?
ഇന്നെ കാണണ്ട ഇടക്കിടക്ക് കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് കാണുന്നതിന് എന്നെ കണ്ട് മതിയായി ആൾക്കാർക്ക്. അതുകൊണ്ട് നമ്മള് വീഡിയോ കണ്ടല്ലേ അന്നെ കണ്ണിന് കണ്ണിയാണ് കുറച്ചാൾ അന്ന വരെ കാണാം. അന്നെ കണ്ടിട്ട് ഇന്ന് മഴയായോണ്ട് എവിടെയും പോകാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് അടുക്കളയിൽ ഞാൻ ഒരു കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് സവിധാനം സഹായിക്കാനില്ല. എടാ മോനെ അമ്പാടെ വാങ്ങി മോനെ അച്ഛനെട്ടാ മോനെ തിരിച്ചു വിളിക്കല്ല. ഫഹദ് ഫാസിലിന്റെ ഡയലോഗ്. അമ്പാടെ വാടാ മോനെ. മസാല വറുത്തിട്ടുണ്ട്. മസാല ഇത്ര വേണ്ട, മതി 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 മതി. നമുക്ക് വേണമെങ്കിൽ മസാല വരക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിപ്പൊടി നല്ലോണം വറുത്ത് വെച്ചതാ മല്ലിപ്പൊടി, അതുകൊണ്ട് ഞാൻ വറുക്കുന്നില്ല. ഈത്തപ്പഴമാണോ? എന്റെ അടുത്ത് സഹായിക്കാൻ വന്ന ആള് ഈത്തപ്പഴം തിന്നാൻ പോകും. നീ എവിടെയാ പോന്നേ? എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ പറഞ്ഞാല്? കളിക്കുക, തിന്നുക, കിടക്കുക, ഇതെല്ലാം ടി വി കാണുക. അപ്പൊ ഞാൻ ഉള്ളിയും ഇതെല്ലാം മുറിച്ചിട്ടുണ്ട്. വീഡിയോ ഇത് ചിക്കൻ എടുക്കുന്ന വീഡിയോ അവള് കുറെ ഇട്ടതാണ്. ആളെ വെറുതെ വെച്ചിട്ടുണ്ടാന്ന് ശ്രീയേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുകയുള്ളൂ. അപ്പൊ ഇത് നിറച്ച് വരുന്ന സമയത്ത് അടുപ്പത്ത് ചൂടുന്ന സമയത്ത് തേങ്ങ വറക്കണം. വറുത്തരക്കാണ്ടാക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വറുത്തരച്ച് തന്നെ ആക്കിയേ മതിയാകൂന്ന് പറഞ്ഞുകൊണ്ട് വറുത്തരച്ച് ആക്കുന്നു. അപ്പൊ ഇത് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെക്കുന്നതാണ്. സവിതാന്റെ ചോറും കറി ആകാൻ ലേറ്റാണ്. നമുക്ക് വിശന്നിട്ട് ഞാൻ അവിലെടുത്തുന്നു. സവിതാന്റെ ചോറും കറി ഇപ്പൊ 2 മണി ആവാണ്ട് ചോറും കറി ആവില്ല. നിങ്ങൾ താമസിച്ചിട്ട് തന്നെ. അപ്പോൾ അതുവരെ ഞാൻ വിശപ്പ് മാറ്റാൻ വേണ്ടി കുറച്ച് അവില് നിന്നതാണ്. അമ്മേന്റെ കറിയെല്ലാം ആയാ? കറി അടുപ്പത്ത് ആയിട്ടില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ടാവും. തിരിച്ചു നോക്കാൻ എന്തിനാ? എന്ത് തിന്നാൻ തരൂല്ലേ? തിരിച്ചു നോക്കാൻ നമുക്ക് ടേസ്റ്റ് ഇത്ര നേരം കളിക്കാൻ കളിയല്ലേ. ഇത് തേങ്ങ നമുക്ക് വറുത്തരച്ച. അത് ഞാൻ വറുത്തരക്കാണ്ട് വെക്കാന്ന് വിചാരിച്ചു. അന്ന് നോക്കുമ്പോ അച്ഛൻ പറഞ്ഞു തേങ്ങ കൊള്ളാനാ. അത് വറുത്തിടുന്നേന്, ഇത് അരക്കുന്നേന്. അത് നമ്മള് തേങ്ങ കൊത്ത് വറുത്തിടുന്നതല്ല. അത് നല്ല ടേസ്റ്റ് അല്ലേ കടിക്കുമ്പോ. നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ആ മണം കിട്ടിയല്ലേ? ടേസ്റ്റ് ചെയ്യാനാ? ചിക്കൻ കറി ആയപാടെ അമ്പാടിക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കും. ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എടുത്ത ഒരു കഷ്ണം എടുത്ത് ഏതെങ്കിലും ഒരു പീസ് എടുക്കും. എന്നിട്ട് ഉപ്പുണ്ടോ, എരിവുണ്ടോ, മുളകുണ്ടോ അങ്ങനെ നോക്കണ്ടെന്ന് അറിയില്ലേ? തിന്നാൻ അറിയാലോ. എന്നാ ശ്രീയാണ്ടെന്ന് പറഞ്ഞേ? നിങ്ങളല്ലേ ഇപ്പൊ ഒരു പ്ലേറ്റ് നിറച്ച് അവലെടുത്തോണ്ട് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടോ? അച്ഛനും മോനും അവല് നിന്നിട്ട് കൈ കഴിക്കോ. നീ അടി മേലെ പോന്നേ. വാ 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 കൈ കഴിക്കോ. ചോറുന്നേ ദേവട്ടി ബാബാ. ചോറ് വിളമ്പുന്നാ? അല്ല, ചോറ് വിളമ്പുന്നല്ല. ചെയ്യാണ്ട് വിശന്നിട്ട് കണ്ണു കാണുന്നില്ല. വിളമ്പി കൊടുക്കാനൊന്നും നേരമില്ല. എടുത്ത് നിന്നുന്ന ഇതിന് തൊപ്പി വെച്ചിനി. തൊപ്പി എടുക്കും. ഭക്ഷണം കഴിക്കുമ്പോ തൊപ്പി എടുക്കും തലേന്ന്. ദേവ് വരുന്നുണ്ടാ? രണ്ട് കറി ടേസ്റ്റ് ഉണ്ടാ? ഉപ്പുണ്ടോ, എരിവുണ്ടോ, മുളകുണ്ടോ? നമ്മളെ കളിയല്ല. നമ്മള് ചോറ് നമ്മളേക്ക് സമയം 2 മണി കഴിഞ്ഞേ. മണി കറി എടുത്താ ടിവിനകത്ത് തന്നെയാ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. ചെറിയൊരു വീഡിയോ ആണ്. നല്ല മഴ, പെരുമഴ. ആ സമയത്ത് നമ്മള് ചിക്കൻ എല്ലാം കൂട്ടിയിട്ട് ചോറ് തിന്നതാണ്. പുറത്ത് നല്ല മഴയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ